ഗൗരീസ് കുക്ക് ട്യൂബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വെള്ളരിക്കയും മോരും കൂടെ ഒഴിച്ചിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. വീഡിയോ കാണാം. നല്ലതുപോലെ പഴുത്ത വെള്ളരിക്കയുടെ 1/4 ഭാഗം എടുക്കുന്നുണ്ട്. തൊലിയൊക്കെ ചെത്തി നല്ലപോലെ കഴുകിയ ശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. ഇതുപോലെ വിളഞ്ഞ് പഴുത്ത വെള്ളരിക്ക നമ്മൾ സാമ്പാർ വയ്ക്കാനും ഇതുപോലെ കറിക്കൊക്കെ ഉപയോഗിക്കുന്നത്. തോരൻ വയ്ക്കാനാണെങ്കിൽ പിഞ്ച് വെള്ളരിക്ക എടുക്കണം. കഴുകിയിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 3 പച്ചമുളക് മുറിച്ച് ചേർക്കുന്നുണ്ട്. അധികം എരിവില്ലാത്ത മുളക് ഇത്. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടിയെടുക്കാം. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിക്കാം. എന്നൊക്കെ വെള്ളം ഒഴിച്ചാൽ മതി. ഇനി വെള്ളരിക്കയിൽ ഒരുപാട് വെള്ളമുണ്ട്, അപ്പോൾ നമ്മൾ ഇത്രയും വെള്ളം ഒഴിച്ചാൽ മതി. പെട്ടെന്ന് വേകുകയും ചെയ്യും. പെട്ടെന്ന് തിളയ്ക്കുന്നതിന് വേണ്ടി ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ടുണ്ട്. തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ തീ കുറച്ച് മീഡിയം ഫ്ലെയിം ആക്കി വയ്ക്കണം. ഇനി ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരേ തേങ്ങയോളം വരും, അത്രയേ ഉള്ളൂ. 1/4 ടീസ്പൂൺ ജീരകം, 3/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 3-4 ചെറിയ ഉള്ളിയും കൂടെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കണം. കറിക്കൊക്കെ തേങ്ങ എടുക്കുമ്പോൾ ഒരുപാട് വിളയാത്ത തേങ്ങ വേണം എടുക്കേണ്ടത്. അപ്പോഴേ തേങ്ങാപ്പാൽ കാണത്തുള്ളൂ. കറിക്ക് നല്ല രുചിയും കിട്ടും. ഇനി 1 ടീസ്പൂൺ കല്ലുപ്പും കൂടെ ചേർത്ത് അരയ്ക്കുന്ന പെട്ടെന്ന് അരിഞ്ഞ് കിട്ടുന്നതിന് വേണ്ടി അരയ്ക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വെള്ളവും നല്ലപോലെ വറ്റി കഷ്ണങ്ങളും വെന്തിട്ടുണ്ട്. ഇനി അരച്ച് വെച്ചിരിക്കുന്നതിലേക്ക് ഒഴിച്ചിട്ട് ഈ ജാറിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചൊന്ന് കഴുകി ഒഴിക്കാം. ഈ അരപ്പ് നല്ലപോലെ ഒന്ന് വേകണം. അപ്പോൾ ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് 5 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. ചേർത്ത ഉപ്പ് ആവശ്യത്തിനുണ്ട്. ഇനി മോരും കൂടെ ചേർത്ത ശേഷം വേണമെങ്കിൽ വീണ്ടും ചേർക്കാം. ഒരുവിധം നല്ല പുളിയുള്ള തൈര് 1 ഗ്ലാസ് എടുത്തതിൻ്റെ പകുതി ഉടച്ചതിലേക്ക് ചേർക്കാം. 1/2 ഗ്ലാസ് തൈര് എടുത്തിട്ട് വെള്ളം ചേർക്കാതെ ഉടച്ചതായി മോര്. കുറച്ചും കൂടെ ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മോരും കൂടെ ചേർക്കാം. ഇതിപ്പോൾ നമ്മൾ ഈ ഒരളവിലാണ് എടുക്കുന്നത്. മോരൊഴിച്ച് കഴിഞ്ഞിട്ട് നല്ലപോലെ ഇളക്കി ഒന്ന് ചൂടാക്കണം. തിളക്കരുത്. നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഓഫ് ചെയ്യാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് ഇപ്പോൾ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി 1/4 ടീസ്പൂൺ അളവിൽ ഉലുവയും കൂടെ ചേർക്കാം. ഉലുവയും ഒന്ന് ചുവന്ന് തുടങ്ങുമ്പോൾ തന്നെ 3-4 ചെറിയ ഉള്ളി പൊടിയായിട്ട് അരിഞ്ഞതും 3 വറ്റൽമുളക് മുറിച്ചതും കൂടെ ചേർക്കുന്നുണ്ട്. കൂടെ കുറച്ച് കറിവേപ്പില. ഇപ്പം ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഉള്ളിയൊക്കെ നല്ലപോലെ ചുവക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം. 1/4 ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. കറിക്ക് നല്ലൊരു മണം കിട്ടുന്നതിന് വേണ്ടി ഇനി ഇത് ഒഴിച്ചു കൊടുക്കാം. ചോറിലൊഴിച്ച് കഴിക്കാൻ പറ്റിയ നല്ല മണവും രുചിയുള്ളൊരു കറിയായത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയണം. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.